ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വരെ നമ്മൾ മുന്നേ ഒരു ആമ്പരയുടെ ഹിൽസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ആമ്പരയുടെ ഹിൽസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആമ്പരയുടെ ഹിൽസിൽ നിന്ന് നേരെ നമുക്ക് അച്ചൻകോവിലേക്കാണ് പോകേണ്ടത്. അത് പോകുന്ന റൂട്ടെന്ന് പറയുന്നത് ആനച്ചാടി വഴിയാണ് അച്ചൻകോവിലേക്ക് പോകുന്നത്. നമ്മൾ നേരെ സാധാരണ കൊല്ലം ആര്യങ്കാവ് വഴി നമുക്ക് അച്ചൻകോവിൽ പോകുന്ന റൂട്ടിൽ നമുക്ക് പോകുന്ന വഴിക്ക് മരം വീണ് കിടക്കുന്നത് കൊണ്ട് പോകാൻ പറ്റില്ല, ആ റൂട്ട് പോകാൻ പറ്റില്ല അന്നത്തെ ദിവസം. അപ്പോൾ അന്ന് നമ്മൾ നേരെ ആമ്പരയുടെ ഹിൽസിൽ പോയിട്ട് നമുക്ക് അവിടെ നിന്നാണ് നമുക്ക് ആനച്ചാടി വഴി അച്ചൻകോവിലേക്ക് പോകേണ്ടത്. അപ്പോൾ ആ കാണുന്ന കാഴ്ചകളും ആ റൂട്ടിലെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസ്. അവസാനം നമ്മൾ പോകുന്നത് അച്ചൻകോവിലേക്കാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ആമ്പരയുടെ ഹിൽസിൽ നിന്ന് നമുക്ക് അച്ചൻകോവിലേക്ക് പോകുമ്പോൾ ഉള്ള റൂട്ടാണ്. ആമ്പരയുടെ ഹിൽസിൽ എങ്ങനെയാണോ നമുക്ക് റോഡും സൈഡിലുള്ള വ്യൂവും കാര്യങ്ങളും അതിനേക്കാളും മനോഹരമാണ് ആനച്ചാടിയിലേക്ക് പോകുന്ന റൂട്ടും. അതുവഴി നമുക്ക് അച്ചൻകോവിലേക്ക് ചെന്ന് എത്തിച്ചേരാനും പറ്റും. ഈ റൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു കാഴ്ചയാണ്. ഈ റൂട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ റൂട്ട് വഴി അച്ചൻകോവിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഈ റൂട്ടിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണണം. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ 2 കാറിലായിട്ടാണ് പോയത്. അപ്പോൾ മുമ്പേ വരുന്ന കാറിലും ബാക്കിൽ വരുന്ന കാറും, ഈ 2 കാറിലായിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ഈ കാറിൻ്റെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ നമ്മളെടുത്ത്. ഇനി ഈ വ്യൂ ആണ് അടിപൊളി വ്യൂ. നിങ്ങൾക്കും ഈ വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റിയ ഒരുപാട് മലകളാണ്. സൈഡിൽ മൊത്തം മലകളാണ് നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ ഗ്രാമപ്രദേശമാണ്. ഇതാണ് ആനച്ചാടി ഓഫീസ്. ആനച്ചാടിയിലെ ഒരു ഗവൺമെൻറ് ഓഫീസാണത്. അപ്പോൾ അതുവഴി ഈ റൂട്ട് കണ്ടോ, ഈ റൂട്ട് വഴിക്കാണ് നമുക്ക് പോകേണ്ടത്. ഈ ഒരു ഏരിയയിൽ എത്തുമ്പോഴേക്കും നമുക്ക് റെസ്റ്റ് എടുക്കാനും അതുപോലെ ചായ എന്തെങ്കിലും കുടിക്കാനുള്ളൊരു ചെറിയൊരു ഷോപ്പുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ നിന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോവാം. ഈ ഒരു യാത്ര ഒരിക്കലും മറക്കാൻ പറ്റാത്ത യാത്രയാണ് ഇത്. ഞാനും എൻ്റെ ഫാമിലി ആയിട്ടൊക്കെയാണ് നമ്മൾ ഈ സ്ഥലത്ത് പോയത്. പക്ഷേ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമുക്ക് ആനച്ചാടി വഴി നമ്മൾ അച്ചൻകോവിൽ പോയിട്ടില്ല, നമുക്ക് ഈ റൂട്ട് വഴി നമ്മൾ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ആമ്പരയുടെ ഹിൽസിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ആ ടിക്കറ്റ് നമ്മൾ ഈ പാസിൽ ഇവിടെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ കാണിച്ച് ഉണ്ടോ. അപ്പോൾ നമ്മൾ ആ പേപ്പർ കാണിച്ചതാണ്. അപ്പോൾ ആ പേപ്പർ ഇവിടെ കാണിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഗേറ്റ് തുറന്ന് നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ആമ്പരയുടെ ഹിൽസിൽ നിന്ന് എടുക്കുന്ന ടിക്കറ്റ് നമ്മൾ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോകാൻ പറ്റില്ല, അവർ വിടത്തില്ല. അപ്പോൾ അതെല്ലാം നമ്മൾ കാണിച്ചിട്ട് നമുക്കിനി നേരെ അച്ചൻകോവിലേക്കാണ് പോകേണ്ടത്. നമ്മൾ പോകുന്ന റൂട്ട് സാധാരണ നമുക്ക് മെയിൻ റോഡാണ് നമുക്ക് അറിയാമെന്നുള്ളത്. ഈ റൂട്ട് നമുക്ക് അറിയത്തില്ല. അപ്പോൾ റൂട്ടൊക്കെ നല്ല ഭംഗിയുള്ള റൂട്ടാണ്. ഭംഗിയുള്ള റൂട്ടെന്ന് വെച്ചാൽ നല്ല വ്യൂ ആണ്, നല്ല ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പോൾ കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട്. ഇതുപോലുള്ള കൊച്ചു വീതി കുറഞ്ഞ റോട്ടിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. മാത്രമല്ല നമ്മൾ പോകുന്നതിൻ്റെ പല സ്ഥലത്തും കൃഷിയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഹൈ റേഞ്ചും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ഒന്നാമത്തെ ദിവസം നമുക്ക് വഴി അറിയത്തില്ലായിരുന്നു കേസ്. അപ്പം വഴി അറിയാതെ നമ്മൾ പെട്ടുപോയി. ഒരുപാട് സ്ഥലത്ത് നമ്മൾ വഴി മാറി തിരിഞ്ഞൊക്കെ പോയായിരുന്നു. നമ്മൾ ആദ്യം ചോദിച്ചു, പക്ഷേ അവിടെ നിന്ന് നമുക്ക് അവർ പറഞ്ഞു തന്ന വഴി അല്ലായിരുന്നു നമുക്ക് പോകേണ്ടത്. അതുകൊണ്ട് ഭയം ആനച്ചാടി വഴി പോകുമ്പോൾ ഈ ഒരു കാഴ്ച ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ്. ഈ താഴ്വശത്ത് കാണുന്നതും ആ മുകളിൽ കാണുന്ന കുന്നുകളിലുള്ളതെല്ലാം വൃത്തി കൃഷിയാണ്, അതായത് പൈനാപ്പിൾ കൃഷിയാണ്. അത് നല്ല ഭംഗിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. എല്ലാം കറക്റ്റ് ഓർഡറിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോൾ എങ്ങനെയാണോ തേയില നിൽക്കുന്ന ആ ഒരു ഭംഗിയുണ്ട് ഈ പൈനാപ്പിൾ തോട്ടം കാണാനായിട്ട്. സൈഡിൽ നടുക്കൂടെ ചെറിയ റോഡും അവർക്ക് ഈ കൃഷി വിളവെടുത്ത് വണ്ടിയിൽ കൊണ്ടുവരാനുള്ള ചെറിയ റോഡൊക്കെയാണ് കാണുന്നത്. ഉണ്ടോ, നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഈ പോകുന്ന ഏരിയയിൽ മൊത്തം അതുപോലെ പൈനാപ്പിളാണ്. ഈ കാണുന്ന പോലെ ഫുള്ള് പൈനാപ്പിൾ കൃഷിയാണ്.
ഇവിടെ നിന്നാണ് നമ്മൾ പെട്ടത്. ഇവിടെ നിന്ന് സ്ട്രെയിറ്റാണ് നമുക്ക് മെയിൻ റോട്ടിൽ ഇറങ്ങാനായിട്ട് എളുപ്പം. പക്ഷേ നമുക്കിവിടെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മൾ ഈ കടയിൽ തിരക്കി. അപ്പോൾ റോഡ് ചോദിച്ചപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകാനാണ് നമ്മളത് പറഞ്ഞത്. ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് പോകാൻ. ഇവിടെ നിന്ന് അങ്ങോട്ടായിരുന്നു ട്രിപ്പിൻ്റെ എല്ലാം പാളിച്ച. ഇവിടെ നിന്ന് നമ്മൾ പോകാത്ത സ്ഥലങ്ങളില്ല. ആനച്ചാടി കൂടെ ഏതൊക്കെ റോഡുണ്ടോ ആ എല്ലാ റോഡിലും നമ്മൾ കയറി ഇറങ്ങി. ഈ കാണുന്ന പോലെയൊക്കെ നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ ഇറക്കമൊക്കെ എങ്ങനത്തെ ഇറക്കമാണെന്ന് മനസ്സിലാവില്ല. അത് അത്രയൊക്കെ ഇറക്കമാണോ. അതുപോലെ തിരിച്ച് കയറാൻ ഇതിൽ പാടുപെടും. നമുക്ക് എന്തായാലും ഭാഗ്യത്തിന് തിരിച്ച് ഇതിൽ വരേണ്ടി വന്നില്ല. നല്ല ഇറക്കമാണ് ഈ കാണുന്ന പോലെ. അതുപോലെ പായലുള്ളതുകൊണ്ട് ചവിട്ടി നിൽക്കത്തുമില്ല. ഈ പാലം കണ്ടോ, ഈ പാലമൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണ്. ആ പാലത്തിന് ഷേപ്പ് ഉണ്ടോ, അതുകൊണ്ട് താന്ന് കിടക്കുകയാണ്. ഇവിടെ ഉള്ള ആൾക്കാർ എങ്ങനെയാണ് ഇതിൽ പോകുന്നത് എന്നൊക്കെ അറിയാൻ പറ്റും. ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് നമ്മൾ മെയിൻ റോഡ് എത്താറായി ഗൈസ്. നമ്മൾ ലാസ്റ്റ് പുനലൂർ ആ ഒരു ഭാഗത്തൊക്കെയാണ് പോയി കയറിയത്. പുനലൂരല്ല, സോറി, നമ്മൾ ആമ്പഴ ഹിൽസിലേക്ക് എൻ്റർ ചെയ്യത്തില്ലേ, ആ ഏരിയയിൽ നിന്ന് കുറച്ച് മുകളിലാണ് നമ്മൾ വന്ന് കയറുന്നത് ഈ റൂട്ട്. ശരിക്കും നമുക്ക് ഇതിലല്ലായിരുന്നു വരേണ്ടത്. റൂട്ട് മാറി തിരിഞ്ഞ് നമ്മൾ എത്തിയതാണ് ഈ സ്ഥലത്ത്. ഗൈസ്, ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അച്ചൻകോവിലേക്കുള്ള ഫോറസ്റ്റ് റൂട്ടിലാണ്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് അച്ചൻകോവിൽ ഫോറസ്റ്റ് റൂട്ടിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അച്ചൻകോവിലേക്ക്. ബാക്കി ഇനി അമ്പലത്തിലെ കാഴ്ചകളാണ്. അമ്പലം നമ്മൾ കറക്റ്റ് എത്തിയ സമയത്ത് തന്നെ അമ്പലവും തുറന്നിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് 4:50 ആയ ടൈമിലെത്തി. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ട ഒരു വന്നിട്ടുള്ളൂ. കറക്റ്റ് ആ ടൈമായപ്പോൾ നമുക്ക് എത്താൻ പറ്റി. അമ്പലം തുറന്നു. വന്നുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ കയറി ടോയ്ലറ്റ് ഇറങ്ങണം. കാരണം നമ്മൾ വന്ന റൂട്ട് ഫോറസ്റ്റ് ഏരിയയാണ്. അതുകൊണ്ട് തിരിച്ച് അതിലെ പോകുന്ന കാര്യം കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പെട്ടെന്നൊന്ന് തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. അമ്പലത്തിൽ തിരക്ക് കുറവാണ്, കുറച്ച് തിരക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്പലത്തിലെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് വരണം. കാരണം ഈ അമ്പലത്തിൽ പാട്ടിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് വോയിസ് കട്ടാക്കി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഒരു അമ്പലത്തിലിട്ടാണ് പാട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് ചിലപ്പോൾ കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, കോപ്പിറൈറ്റ് എവിടെയും വയ്യ, അതാണ് മെയിൻ കാര്യം. അപ്പോൾ അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ജസ്റ്റ് അതൊക്കെ പഠിച്ചിട്ട് ഞാൻ നല്ലപോലെ ക്ലിയർ ആക്കുന്നതാണ് വീഡിയോസ്. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചിറങ്ങി അമ്പലത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ട്. ഒരു 6:30 മണി ആയിട്ടുണ്ട്. ആ ടൈമിലെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പോകുന്ന വഴിക്ക് അനിമൽസിനെ എന്തെങ്കിലും സ്പോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. വരെ ഈ കാണുന്ന പോലെ നല്ല ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഇനി ഏതെങ്കിലും അനിമൽസിനെ സ്പോട്ട് ചെയ്യണമെങ്കിൽ ഞാൻ അത് വീട്ടിൽ കാണിക്കാം. അപ്പോൾ വീഡിയോസ് വോയിസ് ഓവർ ചെയ്യുന്നതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ ശരിക്കും വോയിസ് ഓവർ അല്ലാതെ വീഡിയോ എടുക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. തുടക്കത്തിൻ്റെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് ബൈ.